എത്ര കാര്യങ്ങൾ നടപ്പാക്കി അത് ജനങ്ങൾ അറിയേണ്ടതാണ്. പക്ഷെ അത്തരമൊരു രീതി പൊതുവിൽ സ്വീകരിക്കാറില്ല. കേരളത്തിൽ 2016 LDF സർക്കാരാണ് അതിന് തുടക്കം കുറിച്ചത്. ജനങ്ങളുടെ അവകാശമാണത് എത്ര കണ്ട് നടപ്പാക്കി എന്നുള്ളത് അറിയാൻ. അങ്ങനെ 2021 ഓരോ വർഷവും ഇത് പ്രസിദ്ധീകരിക്കുന്നുണ്ടായിരുന്നു, പ്രോഗ്രസ് റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നുണ്ടായിരുന്നു. 2021 പ്രസിദ്ധീകരിച്ച പ്രോഗ്രസ് റിപ്പോർട്ട് അനുസരിച്ച് 600 വാഗ്ദാനങ്ങളിൽ 580 നടപ്പാക്കപ്പെട്ടിരുന്നു. നമ്മുടെ 2021 തെരഞ്ഞെടുപ്പിൽ LDF വിശദമായ പ്രകടന പത്രിക പുറത്തിറക്കുകയുണ്ടായി. ആ പ്രകടന പത്രികയുമായി ബന്ധപ്പെട്ട പ്രോഗ്രസ് റിപ്പോർട്ട് ഈ കഴിഞ്ഞ 4 വർഷവും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ 5-ാമത്തെ വർഷമാണ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയാനുള്ളത്. സർക്കാർ എന്ന നിലയിൽ ഇത്തരമൊരു കണക്ക് നാട്ടുകാരുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണെന്നാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത്. ഇപ്പോൾ ഈ ഗവൺമെൻറ്റിൻ്റെ 5-ാം വർഷമാണെങ്കിലും LDF സർക്കാരിൻ്റെ 10-ാം വർഷത്തെ പ്രോഗ്രസ് റിപ്പോർട്ടാണ് ഇപ്പോൾ അവതരിപ്പിക്കുന്നത്. തെരഞ്ഞെടുപ്പ് നടപടികൾക്കിടയിൽ സർക്കാർ സംവിധാനങ്ങളിലൂടെ ഇത് പുറത്തുവിടാൻ കഴിഞ്ഞിരുന്നില്ല. ഇതിൽ ജനങ്ങൾക്ക് മുന്നിൽ കണക്കുകൾ പറയുക, ആ വാഗ്ദാനം ഞങ്ങൾ ഉപേക്ഷിക്കുന്നില്ല. അതുകൊണ്ടാണ് LDF എന്ന നിലയിൽ ഈ പ്രോഗ്രസ് റിപ്പോർട്ട് ഇന്ന് ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. കാരണം സർക്കാർ എന്ന നിലയിൽ അവതരിപ്പിക്കുന്നതിന് ഇപ്പം പ്രയാസമുണ്ടല്ലോ. അതുകൊണ്ട് 10-ാം വർഷത്തെ പ്രോഗ്രസ് റിപ്പോർട്ട് LDF എന്ന നിലയിലാണ് അവതരിപ്പിക്കുന്നത്. ഇവിടെ ഈ 5 വർഷത്തെ പ്രവർത്തന പുരോഗതിയാണ് ഇതിൽ സംക്ഷിപ്തമായി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 2021 900 വാഗ്ദാനങ്ങളാണ് പ്രകടന പത്രികയിൽ ഉൾക്കൊള്ളിച്ചിരുന്നത്. ഇപ്പോൾ കാണുമ്പോൾ അതിൽ 97% നടപ്പാക്കപ്പെട്ടിട്ടുണ്ട്. അതായത് ഒന്നുകിൽ പൂർണ്ണമായും പൂർത്തിയായിട്ടുണ്ട്, അല്ലെങ്കിൽ പൂർത്തിയാകുന്നതിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. സാധാരണക്കാരൻ്റെ സ്വപ്നമാണ് ഭൂമിയും വീടും. ഇത് യാഥാർത്ഥ്യമാക്കാനാണ് ലൈഫ് പദ്ധതി 2016 സർക്കാർ കൊണ്ടുവന്നത്. അതിൻ്റെ ഭാഗമായി 5 ലക്ഷം വീടുകൾ പൂർത്തിയായി കഴിഞ്ഞു. 5 ലക്ഷം വീട് എന്ന് പറയുമ്പോൾ ഒരു വീട്ടിൽ ശരാശരി 4 ആളെ എടുത്താൽ 20 ലക്ഷം ആളുകൾക്ക് സുരക്ഷിതമായ ഭവനം ഉറപ്പുവരുത്താൻ കഴിഞ്ഞിരിക്കുകയാണ്. ഇതിൽ ലൈഫ് മിഷന് പുറമെ മത്സ്യത്തൊഴിലാളികൾക്ക് സുരക്ഷിതമായ താമസം ഉറപ്പിക്കാൻ പുനർഗേഹം പദ്ധതി നടപ്പാക്കിയിരുന്നു. അതിൻ്റെ ഭാഗമായി 2782 വീടുകൾ
738 ഫ്ലാറ്റുകൾ കൈമാറിയിട്ടുണ്ട്. നമ്മുടെ ഭൂമിയുടെ അവകാശം, ഭൂമി കയ്യിലുണ്ട്, പക്ഷെ അവകാശമില്ല, പട്ടയം ലഭിച്ചിട്ടില്ല. അങ്ങനെയുള്ള കുടുംബങ്ങൾക്ക് ഈ 10 വർഷത്തിനകം 4,56,689 കുടുംബങ്ങൾക്കാണ് പട്ടയം നൽകാനായത്. യഥാർത്ഥത്തിൽ അത് 5 ലക്ഷം കവിയായിരുന്നു. ഏറ്റവും ഇപ്പോൾ ഒടുവിൽ SIR നടപ്പാക്കിയല്ലോ. SIR നടപ്പാക്കിയപ്പോൾ റവന്യൂ വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥരാകെ ആ ഡ്യൂട്ടിയിലായി. അതുകൊണ്ടാണ് 5 ലക്ഷം കവിയാതിരുന്നത്, അല്ലെങ്കിൽ 5 ലക്ഷം കവിയായിരുന്നു. നമ്മുടെ സംസ്ഥാനത്ത് മലയോരത്ത്, പ്രത്യേകിച്ച് ഇടുക്കിയിൽ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ, ഭൂപ്രശ്നമാണ്, ദശാബ്ദങ്ങളായിട്ട് നിലനിൽക്കുന്ന പ്രശ്നമാണ്. ആ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കാനായി ഒരു നിയമ ഭേദഗതി കൊണ്ടുവന്നു. ചട്ടങ്ങളും അതിൻ്റെ ഭാഗമായി ആവിഷ്കരിച്ചു. കേരളത്തിൻ്റെ മാനം വലിയ തോതിൽ ഉയർത്തിയ ഒരു കാര്യമാണ് കേരളം അതിദാരിദ്ര്യമുക്തമായത്. 64,006 കുടുംബങ്ങളെ അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കാൻ നമുക്ക് കഴിയും. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ലോകത്ത് തന്നെ അപൂർവം രാഷ്ട്രങ്ങളെ അതിദാരിദ്ര്യമുക്തമായിട്ടുള്ളൂ. നമ്മുടെ രാജ്യത്ത് ഒരു സംസ്ഥാനവും അതിദാരിദ്ര്യമുക്തമാക്കാനുള്ള ഒരു നടപടിയും സ്വീകരിച്ചിട്ടുമില്ല. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾ, നിങ്ങൾ ലോൺ എടുത്താൽ അതിൻ്റെ ഭാഗമായി ജപ്തി വരിക, ഉള്ള കടപ്പാടം നഷ്ടപ്പെട്ടു പോവുക, ഇതൊരു വലിയ സാമൂഹ്യ പ്രശ്നമായി കേരളത്തിൽ ഉയർന്നു വന്നിരുന്നു. അതിന് പരിഹാരം കാണുക എന്നത് പ്രാധാന്യമുള്ള കാര്യമായിരുന്നു. LDF നേരത്തെ തന്നെ ആ കാര്യത്തിൽ നടപടികൾ വേണമെന്ന് അഭിപ്രായപ്പെട്ടിരുന്നു. അതിൻ്റെ തുടർച്ചയായാണ് ഒരു നിയമം, ഏക കിടപ്പാട സംരക്ഷണ നിയമം ഇപ്പോൾ കൊണ്ടുവരാൻ കഴിഞ്ഞത്. അത് ഇത്തരം വീടുകൾ ജപ്തി ചെയ്ത് വീട്ടിൽ നിന്ന് ആളുകൾ ഇറങ്ങിപ്പോകുന്ന അവസ്ഥ തടയുന്നതിന് ഉപകരിക്കുന്നതാണ്. നമ്മുടെ സംസ്ഥാനത്തെ വീട്ടമ്മമാരുടെ അധ്വാനത്തിന് അംഗീകാരം നൽകണമെന്ന് നേരത്തെ തന്നെ കണ്ടതാണ്. അതിൻ്റെ ഭാഗമായി പ്രതിമാസം 1000 രൂപ നൽകുന്ന ഒരു പദ്ധതി സർക്കാർ ആവിഷ്കരിച്ചു. അതിൽ 16 ലക്ഷത്തിലധികം സ്ത്രീകൾക്കാണ് ഇപ്പോൾ സഹായം നൽകി വരുന്നത്. അതിനിയും വർദ്ധിക്കുമെന്ന കാര്യം ഉറപ്പാണ്. അതേപോലെ തന്നെ അനാഥാലയങ്ങളിലെ അന്തേവാസികൾക്ക് ലഭിക്കുന്ന സഹായം വർദ്ധിപ്പിക്കുന്നതിന് നടപടിയെടുത്തു. നമ്മുടെ കേരളത്തിൽ മുതിർന്ന പൗരന്മാരുടെ എണ്ണം കൂടുതലാണ്. ആയുർദൈർഘ്യം നമ്മുടെ സംസ്ഥാനത്ത് കൂടുതലാണ്. അതിൻ്റെ ഭാഗമായി മുതിർന്ന പൗരന്മാരുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്നതിനായി ഒരു കമ്മീഷൻ, വയോജന കമ്മീഷൻ
രൂപീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. നമ്മുടെ സംസ്ഥാനം ഇപ്പോൾ നിക്ഷേപ സൗഹൃദ നിലയിൽ ഇന്ത്യ രാജ്യത്ത് 1-ാം സ്ഥാനത്തെത്തിയിരിക്കുകയാണ്. ഇത് കൃത്യമായ ഇടപെടലുകളുടെ ഭാഗമായി നേടാൻ കഴിഞ്ഞ നേട്ടമാണ്. ഇതിൻ്റെ ഭാഗമായി വലിയ തോതിലുള്ള വ്യവസായ വികസന സാധ്യതയാണ് നമ്മുടെ നാട്ടിൽ ഉയർന്നിട്ടുള്ളത്. ഇതിനോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഭരണത്തിൻ്റെ ശരിയായ സ്വാദ് ജനങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുക എന്നത്. അതിൽ തീരുമാനങ്ങൾ വേഗത്തിലാവണം, മറ്റ് തടസ്സങ്ങൾ ഒഴിവാക്കി കിട്ടണം. അതൊക്കെ ജനങ്ങൾ നല്ലതുപോലെ ആഗ്രഹിക്കുന്ന കാര്യമാണ്. അതിൽ കെ സ്മാർട്ട് നടപ്പാക്കിയപ്പോൾ ഭരണ സേവനങ്ങൾ ലളിതമാക്കപ്പെട്ടു. അതിലൂടെ 82 ലക്ഷം അപേക്ഷകൾ അതിവേഗതയിൽ തീർപ്പാക്കാനും കഴിയും. നമ്മുടെ സംസ്ഥാനം പൊതുസേവനാവകാശ ബിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, സേവനാവകാശം ഉറപ്പുവരുത്തുക എന്നുള്ളത്. അത്തരമൊരു ബിൽ വഴി സമയബന്ധിത സേവനം ലഭ്യമാക്കുന്നത് നിയമപരമായി ഉറപ്പാക്കാൻ കഴിയും. അതിൽ വീഴ്ച വന്നാൽ അതുമായി ബന്ധപ്പെട്ട തുടർ നടപടികളിലേക്ക് കടക്കാനാകും. അതേപോലെ തന്നെ നമ്മുടെ കേരളമാണ് ഏറ്റവും കൂടുതൽ PSC വഴിയുള്ള നിയമനം നടന്ന സംസ്ഥാനം. ഇതിൻ്റെ ഭാഗമായി 3,13,202 നിയമനങ്ങൾ ഈ ഘട്ടത്തിൽ നടത്തിയിട്ടുണ്ട്. അതിൽ തന്നെ അപേക്ഷിക്കാനുള്ള പ്രായപരിധി വർദ്ധിപ്പിച്ച് കൂടുതൽ അവസരങ്ങൾക്ക് വഴിയൊരുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ KDISC വഴി 2,66,000 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. ഇവിടെ ഗവൺമെൻറ് പ്രഖ്യാപിച്ച ഒരു പദ്ധതി നമ്മുടെ യുവത പഠനം കഴിഞ്ഞ് പിന്നീട് ആവശ്യമായ നൈപുണ്യം നേടുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. ആ സമയം അവർക്ക് പ്രത്യേക വരുമാനമൊന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ള ആളുകളുടെ സ്ഥിതി പരിഗണിച്ചുകൊണ്ടാണ് കണക്ട് വർക്ക് എന്നൊരു പദ്ധതി യുവാക്കൾക്ക് വേണ്ടി തയ്യാറാക്കിയത്. അതുവഴി 75,376 പേർക്ക് സാമ്പത്തിക സഹായം നൽകാനായിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് തൊഴിൽ ലഭിക്കുന്നതിന് മുൻപ് ആവശ്യമായ നൈപുണ്യം നേടുന്നതിനുള്ള അവസരമാണ് ഇതിലൂടെ ലഭ്യമാകുന്നത്. നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഇടപെട്ട് സർക്കാർ ചെയ്ത ഒരു നടപടി ഡിഗ്രി വിദ്യാഭ്യാസം വരെ സൗജന്യമാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഡിഗ്രി തലത്തിൽ ഇപ്പോൾ സൗജന്യമായിരുന്നില്ല, അത് സൗജന്യമാക്കി നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞു. അതേപോലെ തന്നെ നമ്മുടെ നാടിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനം, അതിൽ നമ്മൾ വളരെ പിറകിലായിരുന്നു. നാട്ടിലെ റോഡുകൾ പൊതുവിലിടുങ്ങിയതായിരുന്നു. ദേശീയപാതയുടെ നിലവാരം തന്നെ പലയിടത്തും വില്ലേജ് റോഡുകളിൽ നിന്നും പിറകിലായിരുന്നു.
ഇത് നല്ല രീതിയിൽ പരിഹരിക്കാൻ നമുക്കായി. ഇപ്പോൾ ദേശീയപാത 66-ൻ്റെ പ്രവർത്തനങ്ങൾ ഭംഗിയായി നിറവേറ്റാൻ കഴിഞ്ഞത് സംസ്ഥാന സർക്കാർ ഈ ദേശീയപാതയ്ക്ക് വേണ്ടി എടുക്കുന്ന ഭൂമിയുടെ വിലയുടെ 25% കൊടുക്കാൻ തയ്യാറായതിലൂടെയാണ്. രാജ്യത്ത് ഒരിടത്തും അതിനു മുൻപോ അതിനു ശേഷമോ ഇത്തരം ദേശീയപാതകളുടെ വികസനത്തിനു വേണ്ടി ഭൂമി ഏറ്റെടുക്കാൻ സംസ്ഥാന സർക്കാർ വിഹിതം കൊടുത്ത അനുഭവം ഉണ്ടായിട്ടില്ല. പക്ഷെ നമുക്ക് ചെയ്യേണ്ടി വന്നു. നമുക്ക് ദേശീയപാത നടപ്പിലാക്കൽ വളരെ പ്രധാനമായിരുന്നു. അതുകൊണ്ടാണ് അത്തരമൊരു കാര്യം ചെയ്യാൻ നമ്മൾ നിർബന്ധിതമായത്. ദേശീയപാത ഇപ്പം നല്ല നിലക്ക് നടക്കുകയാണ്. കഴിഞ്ഞ തവണ നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിനും 2 ദിവസം മുൻപാണ് പ്രധാനമന്ത്രി ചില റീച്ചുകൾ ഉദ്ഘാടനം ചെയ്തത്. ഏതാനും റീച്ചുകൾ കൂടി ഉദ്ഘാടനത്തിന് അടുത്തെത്തിക്കഴിഞ്ഞു. നല്ല പുരോഗതി ആ കാര്യത്തിൽ ഉണ്ട് എന്നാണ് കാണാൻ സാധിക്കുക. പക്ഷേ ദേശീയപാതയോടൊപ്പം തന്നെ നാടിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ വേഗത കൂട്ടുന്നതിനായി 2 റോഡുകൾ കൂടി പ്രധാനപ്പെട്ടവ എന്ന നിലക്ക് സംസ്ഥാന സർക്കാർ നടപ്പാക്കുകയാണ്. അതിലൊന്നാണ് മലയോര ഹൈവേ, മറ്റൊന്നാണ് തീരദേശ ഹൈവേ. രണ്ടിനും കൂടി 10,000 കോടി രൂപ ചെലവിടണമെന്നാണ് നേരത്തെ കണക്കാക്കിയുള്ളത്. അത് പൂർണ്ണമായും സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണ്. ഇവിടെ വയനാടിൻ്റെ കാര്യം എല്ലാവർക്കും അറിയാം. വയനാട് നല്ല മഴ പെയ്താൽ പിന്നെ ചുരം വഴിയുള്ള യാത്ര തടസ്സപ്പെടുന്ന നിലയാണ്. പല ഘട്ടത്തിൽ ആ പ്രയാസം നമ്മൾ അനുഭവിക്കുന്നത്. അതിനുള്ളൊരു പരിഹാരമെന്ന നിലക്കാണ് തുരങ്കപാതയെക്കുറിച്ച് ആലോചിച്ചത്. 2018 മഹാപ്രളയത്തിന് ശേഷം റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവിൻ്റെ ഭാഗമായി ഇത്തരത്തിലുള്ള വൻ പദ്ധതികൾ നടപ്പിലാക്കണം. ഒരു പ്രളയത്തിനോ മറ്റോ തകർക്കാൻ പറ്റാത്ത തരത്തിലുള്ള നിർമ്മാണങ്ങൾ വേണം എന്ന് നമ്മൾ കണ്ടിരുന്നു. അതിൻ്റെ എല്ലാം ഭാഗമായി തന്നെയാണ് വയനാടിൻ്റെ ഗതാഗത രംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഉതകുന്ന ഒരു പദ്ധതി എന്ന നിലക്ക് ആനക്കാംപൊയിൽ തുരങ്കപ്പാതയുടെ നിർമ്മാണം ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. അതിൻ്റെ എല്ലാ അനുമതികളുമായി നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചും കഴിഞ്ഞു. അതേപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്ത് വലിയ മാറ്റം ഉണ്ടാക്കുന്ന ഒരു പദ്ധതിയാണ് വിഴിഞ്ഞം തുറമുഖം. വിഴിഞ്ഞം തുറമുഖം പൂർത്തിയാക്കാൻ LDF സർക്കാരിന് കഴിഞ്ഞു. അത് പൂർത്തിയാക്കുന്നതിന് ചില തടസ്സങ്ങളുണ്ടായിരുന്നെന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ നല്ല രീതിയിൽ അത് പൂർത്തിയാക്കപ്പെട്ടു. അതിൻ്റെ ഭാഗമായി വലിയ പ്രവർത്തനങ്ങൾ അവിടെ നടക്കുകയാണ്. വിഴിഞ്ഞം എന്നത് കേരളത്തിൻ്റെ ഒരു പോർട്ട് പോലെയല്ല കാണേണ്ടത്. കേരളത്തിൽ തന്നെയാണ് പോർട്ട്, പക്ഷേ രാജ്യത്തിലെ ഏറ്റവും വലിയ പോർട്ടാണ്. ലോകത്തിലെ അപൂർവം പോർട്ടുകളിൽ ഒന്നാണ് വിഴിഞ്ഞം. അതിൻ്റെ ഭാഗമായുള്ള വികസന സാധ്യതകൾ അനന്തമാണ്. ഇപ്പം ഇവിടെ നമ്മൾ ചെയ്തൊരു കാര്യം, അവിടുത്തെ വിവിധ ഘട്ടങ്ങൾ ഒന്നാകെ ചേർത്ത് 2028 വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ നിർമ്മാണം പൂർണ്ണതയിലെത്തിക്കുക. അതാണ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്ന കാര്യം.
അപ്പോൾ നേരത്തെ നിരവധി വർഷങ്ങൾക്ക് ശേഷമായിരുന്നു വിഴിഞ്ഞം പദ്ധതി പൂർത്തിയാവുക. എന്നാൽ 2028 പൂർത്തിയാക്കാനുള്ള നടപടികൾ ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനം ഒട്ടേറെ ദുരന്തങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന നാടാണ്. ഈ 2021 ശേഷം ഉണ്ടായ വലിയ ദുരന്തമാണ് മുണ്ടക്കൈ ചൂരൽമല. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ നമുക്ക് വീട് നഷ്ടപ്പെട്ട ആളുകൾക്ക് വീടുകൾ നിർമ്മിച്ച് നൽകേണ്ടതായിട്ടുണ്ടായിരുന്നു. അതിനായി ഒരു മാതൃകാ ടൗൺഷിപ്പ് നമ്മൾ രൂപം കൊടുത്തു. അതിൻ്റെ ഭാഗമായി 178 വീടുകൾ ഇപ്പോൾ പൂർത്തിയാക്കപ്പെട്ടിട്ടുണ്ട്. ബാക്കി വീടുകളുടെ നിർമ്മാണം അതിവേഗതയിൽ നടക്കുകയാണ്. ഇവിടെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഒരു പ്രയാസം നാം കാണേണ്ടത് ഇത്തരം കാര്യങ്ങളിൽ കേന്ദ്രത്തിൻ്റെ സഹായം വേണ്ടത്ര ഉണ്ടായില്ല എന്നത് തന്നെയാണ്. നമ്മുടെ ആരോഗ്യമേഖല എല്ലാ രീതിയിലും ശക്തമാണ്. കൂടുതൽ ശക്തിയിലേക്കത് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജി ഉൾപ്പെടെയുള്ള ആധുനിക സ്ഥാപനങ്ങൾ ഈ രംഗത്ത് സ്ഥാപിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് മാത്രമല്ല, രാജ്യത്താകെ സർക്കാർ ജീവനക്കാർക്കുണ്ടായിരുന്ന ഒരു വിഷമം, അതിന് പരിഹാരം കാണാൻ ഇപ്പോൾ LDF സർക്കാർ തയ്യാറായി. സർക്കാർ ജീവനക്കാരുടെ സുരക്ഷിതമായ ഭാവി കണക്കിലെടുത്തുകൊണ്ട് എഷ്വേർഡ് പെൻഷൻ പദ്ധതി 2025 ഏപ്രിൽ മുതൽ നടപ്പിലാക്കിയിരിക്കുകയാണ്. ഇത് അവസാന ശമ്പളത്തിൻ്റെ 50% പെൻഷൻ ഉറപ്പാക്കുകയാണ്. അപ്പോൾ നല്ല രീതിയിൽ സ്വീകരിക്കപ്പെട്ട ഒരു പദ്ധതിയാണ്. നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് ധാരാളം ആളുകൾ പ്രവാസ ജീവിതം നയിക്കുന്നുണ്ട്. പ്രവാസി സഹോദരങ്ങൾ കേരളത്തിൻ്റെ പൊതുകാര്യങ്ങളിൽ തൽപരരാണ്. സജീവമായി കേരളത്തിൻ്റെ പ്രശ്നങ്ങൾ ഇടപെടുന്നവരാണ്. അത്തരത്തിലുള്ള പ്രവാസികളെ നല്ല രീതിയിൽ ബന്ധപ്പെടുക, അവരുടെ സേവനം നമുക്ക് ഉപയോഗിക്കാൻ കഴിയുക, അതിലൂടെ പുതിയ അവസരങ്ങൾ നാട്ടിലൊരുക്കാൻ പറ്റുക, ഇതൊക്കെ നല്ല നിലക്ക് നിർവഹിക്കാൻ സംസ്ഥാനത്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെ പ്രവാസികളുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിനായി ഇത്തവണ ബജറ്റിൽ 150 കോടി അനുവദിച്ചിട്ടുമുണ്ട്. അതോടൊപ്പം പ്രവാസികളുടെ ഒരാവശ്യമായിരുന്നു, വിവിധ കാര്യങ്ങളിൽ അവർക്ക് ബന്ധപ്പെടേണ്ട സാഹചര്യം വരുന്നുണ്ട്. ചില പരാതികളുണ്ടായാൽ അതുമായി ബന്ധപ്പെടാനുള്ള സംവിധാനം വേണം. ഒരു പ്രത്യേക പോലീസ് സ്റ്റേഷൻ അവർക്കായി ഉണ്ടാകുന്നത് നല്ലതാണ് എന്ന അഭിപ്രായം അവർ തന്നെ മുന്നോട്ട് വച്ചിരുന്നു. അത് അംഗീകരിക്കുകയും പ്രത്യേക പോലീസ് സ്റ്റേഷൻ ആരംഭിക്കുകയും ചെയ്തു. പ്രവാസികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സംവിധാനമൊരുക്കുക, അതും സർക്കാർ ചെയ്യുകയാണ്. ഇവിടെ മുന്നോക്ക
പിന്നോക്ക ന്യൂനപക്ഷ വ്യത്യാസമില്ലാതെ തുല്യനീതി ഉറപ്പാക്കുക. അതിനുവേണ്ടിയാണ് JB കോശി കമ്മീഷൻ്റെ രൂപീകരണമുണ്ടായത്. JB കോശി കമ്മീഷൻ റിപ്പോർട്ടുകൾ നൽകി. ആ റിപ്പോർട്ടിൽ 220 ശുപാർശകൾ നടപ്പാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. സാമൂഹ്യക്ഷേമവും അടിസ്ഥാന സൗകര്യ വികസനവും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകുന്ന സമഗ്ര വികസന മാതൃകയാണ് നമ്മൾ ആവിഷ്കരിച്ചത്. ഇവിടെ പുതിയ വെല്ലുവിളികൾ ഏറ്റെടുത്തുകൊണ്ട് അതിജീവനത്തിൻ്റെ മാതൃകകൾ സൃഷ്ടിച്ച് നവകേരളം പടുത്തുയർത്തലാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ നാട് ലോകത്തിൻ്റെ വികസനത്തോട് ചേർന്ന് ഒരു വികസിത കേരളമായി മാറണം എന്നാണ് പൊതുവെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. നാം നേരത്തെ നവകേരളം നിർമ്മിക്കുന്നതും ഇത്തരത്തിൽ തന്നെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. നമ്മുടെ നാട് നല്ല രീതിയിൽ മുന്നോട്ട് പോകണം. ഇപ്പോൾ നല്ല ശാന്തിയും സമാധാനവും നിലനിൽക്കുന്നുണ്ട്. അത് ഉറപ്പാക്കാനാകണം. അതോടൊപ്പം വർഗീയതയെ, വെറുപ്പിനെ അകറ്റി നിർത്താൻ നമുക്ക് കഴിയുകയും വേണം. കഴിഞ്ഞ 10 വർഷമായി വർഗീയ സംഘർഷമില്ലാത്ത, വർഗീയ കലാപമില്ലാത്ത ഒരു നാടാണ് കേരളം. ആ നിലയിൽ തന്നെ തുടരുക. നമ്മുടെ സാഹോദര്യ ബന്ധം കൂടുതൽ ദൃഢമാക്കുക. ജാതിഭേദവും മതദ്വേഷവും ഇല്ലാതെ എല്ലാവരും സഹോദരരായി കഴിയുന്ന നില ശക്തിപ്പെടുത്തുക. അതിനുതകുന്ന നടപടികളും നമ്മൾ വിട്ടുവീഴ്ചയില്ലാതെ നടപ്പാക്കപ്പെടുകയാണ്. ഇതാണ് പ്രോഗ്രസ് റിപ്പോർട്ട് സംബന്ധിച്ച് പറയാനുള്ളത്. ഇവിടെ ഇത്തവണത്തെ പ്രോഗ്രസ് റിപ്പോർട്ടിൽ 97% നടപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പൂർണ്ണമായി നടപ്പാക്കലോ പൂർണ്ണതയിലേക്ക് എത്തുകയോ ചെയ്യുന്ന തരത്തിൽ 97% ആയി കഴിഞ്ഞിട്ടുണ്ട്. അതാണ് അവസ്ഥ. ഇതാണ് പറയാനുള്ളത്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് കൃത്യമായ എണ്ണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. 600-580 എന്നാണ് പറഞ്ഞത്. ഇത്തവണ ശതമാനത്തിൽ പറയുമ്പോൾ അതിന്റെ ഒരു കണക്ക് അത് കൃത്യമായ എണ്ണം തന്നെയുണ്ട്. അതിന് വിഷമം ഉണ്ടാവില്ല. ആ റിപ്പോർട്ടിന്റെ ഭാഗമായി വരുമ്പോൾ കൃത്യമായ എണ്ണം തന്നെ വരും. എല്ലാ വർഷവും ഈ പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിച്ചത് കൂടുതൽ ജനങ്ങളിൽ സ്വീകാര്യത ഉണ്ടാക്കാൻ ഇടയാക്കിയോ? CMന്റെ ഒരു വിലയിരുത്തൽ എങ്ങനെയാണ്? ജനങ്ങൾ ഇതിനെ എങ്ങനെയാണ് സ്വീകരിക്കുന്നത്? ഇത് നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ വളരെ പുതുമയുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ നല്ല രീതിയിൽ സ്വീകരിച്ചു. ജനങ്ങളുടെ അവകാശമാണ് എത്രത്തോളം വാഗ്ദാനങ്ങൾ നടപ്പാക്കപ്പെട്ടു എന്ന് അറിയൽ. അത് കൃത്യമായി ജനങ്ങളെ അറിയിക്കുന്ന നിലയാണ് LDF സർക്കാർ സ്വീകരിച്ചത്. അതിലൂടെ ഏതെല്ലാം പദ്ധതികൾ എത്ര കണ്ട് നടപ്പായി എന്ന് ജനങ്ങൾ മനസ്സിലാക്കുമ്പോൾ അതിനവർ നല്ല പ്രതികരണമാണ് ഉണ്ടാക്കിയത്. ഇപ്പോൾ 2021 LDFന്റെ വിജയത്തിന്, അല്ലെങ്കിൽ നമ്മുടെ നാടിൻ്റെ ചരിത്രം തിരുത്തി LDFന് തുടർഭരണം സമ്മാനിക്കുന്നതിന് ഇതെല്ലാം ഒരു ഘടകമാണ്. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ ആഴത്തിൽ മനസ്സിലാക്കാൻ ജനങ്ങൾക്ക് കഴിയും. അപ്പോൾ നിങ്ങളെല്ലാവരും സഹായിച്ച് നൽകുന്ന റിപ്പോർട്ടുകൾ അതാണോ ശരി എന്നത് അവർക്ക് ശരിക്കും വിലയിരുത്താനൊരു അവസരമായി ഈ പ്രോഗ്രസ് റിപ്പോർട്ട് ഉള്ളതുകൊണ്ട്, അതുകൂടി ചേർത്തുകൊണ്ടാണ് അവസാനം ചരിത്രം തിരുത്തി പുതിയ ചരിത്രം രചിക്കാൻ ജനങ്ങൾ തയ്യാറായത് എന്നുകൂടിയാണ് ഞങ്ങൾ കാണുന്നത്. വലിയ
അതായത് അതാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം. നമ്മുടെ നാട്ടിന് യാത്രക്ക് നല്ല വേഗത വേണമല്ലോ. നമ്മളെല്ലാവരും യാത്ര ചെയ്യുന്നവരാണ്. പക്ഷേ വലിയ പ്രയാസം നമുക്ക് യാത്രയിൽ അനുഭവിക്കേണ്ടി വരുന്നുണ്ട്, വേഗതയില്ലാത്തതുകൊണ്ട്. അത് ഒഴിവാക്കുന്നതിനാണ് വേഗതയുള്ള ട്രെയിൻ സർവീസ് വേണം എന്ന് സർക്കാർ ആലോചിച്ചത്. പക്ഷേ ട്രെയിൻ സർവീസ് ആകുമ്പോൾ അതിന് കേന്ദ്ര റെയിൽവേയുടെ അനുമതി വേണം, കേന്ദ്ര ഗവൺമെൻറ് അനുമതി വേണം. അപ്പോൾ ഇത്തരമൊരു കാര്യത്തിന് അനുമതി ലഭ്യമാകാതിരിക്കുമെന്ന് ഞങ്ങളൊരു തരത്തിലും കാണുന്നില്ല. വേഗം തന്നെ അനുമതി ലഭിക്കുമെന്നാണ് പ്രതീക്ഷിച്ചത്. കേന്ദ്ര ഗവൺമെൻറ്റിനെ ഞങ്ങൾ സമീപിച്ചു. പക്ഷേ ഇവിടെ അത് ചിലർ രാഷ്ട്രീയ ഉദ്ദേശത്തോടെയാണ് എടുത്തത്. നാടിൻ്റെ ആവശ്യം അത് മാറ്റിവെച്ചുകൊണ്ട് ഇപ്പം നടപ്പാക്കണ്ട എന്ന നിലപാടാണ്. അതായത് LDF ഗവൺമെൻറ് കീഴിൽ അത്തരമൊരു പദ്ധതി നടപ്പാക്കരുത് എന്താണ്. അത് കോൺഗ്രസും UDFും ആ നിലപാടെടുത്തു, BJPയും ആ നിലപാടെടുത്തു. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പൊതുവായ താല്പര്യങ്ങൾക്കെതിരായി ഇവരെല്ലാം നിൽക്കുന്ന കാഴ്ചയാണ് ഓരോ ഘട്ടത്തിലും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ വന്നപ്പോൾ രാഷ്ട്രീയമായി കേന്ദ്ര ഗവൺമെൻറ് പതിനെടുത്തു. സാധാരണ നിലക്ക് ഭരണ നടപടി അനുസരിച്ച് ഇതിന് അനുമതി നൽകാതിരിക്കുക എന്ന പ്രശ്നമേ വരുന്നില്ല. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് അവരുടെ ഭാഗമായ ആൾക്കാരും ഇവിടുത്തെ UDFും BJPയും UDFും എതിർക്കുന്നൊരു പദ്ധതിക്ക് തൽക്കാലം അംഗീകാരം നൽകേണ്ടതില്ല എന്ന നിലപാടാണ് എടുത്തത്. അത് ഞങ്ങൾ തുറന്ന് ശ്രമിച്ചു. പക്ഷേ അനുമതി കിട്ടുന്നില്ല എന്ന് വന്നപ്പോൾ പിന്നെ ശ്രമിച്ചതുകൊണ്ട് കാര്യമില്ല. എന്നാൽ ഇത് തന്നെ മറ്റൊരു രൂപത്തിൽ നടപ്പാക്കാൻ കഴിയും. അതാണ് RRT സമ്പ്രദായം. ഡൽഹി മീററ്റ് RRT ഇപ്പോൾ പ്രാവർത്തികമായിട്ടുണ്ട്. അതിന് ആ വകുപ്പിനെ സമീപിച്ചപ്പോൾ അവർക്കത് പൂർണ്ണ സമ്മതമാണ്. അത് റെയിൽവേയുടെ സമ്മതം ആവശ്യമില്ല. ആ ഒരു പദ്ധതി ആലോചനയിലുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ചില പ്രാരംഭ ചർച്ചകൾ നടന്നിട്ടുണ്ട്. ഏതായാലും നമുക്ക് കേരളയിലില്ലെങ്കിലും ഈ തരത്തിലെങ്കിലും ആ പദ്ധതി നടപ്പാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വെക്കുന്ന തരത്തിലുള്ള ചില പ്രഖ്യാപനങ്ങൾ UDF നടത്തിയിരുന്നു. 5ന് ഗ്യാരണ്ടി, 25 ലക്ഷം ഓരോ കുടുംബത്തിനും സുരക്ഷ, ആരോഗ്യ സുരക്ഷ, പെൻഷൻ 3000 ആക്കി ഉയർത്തും. അതുപോലെ തന്നെ KSRTC ബസ്സിൽ സൗജന്യമായിട്ടുള്ള യാത്ര. ഇതിനെ എങ്ങനെയാണ് LDF കാണുന്നത്? ആദ്യം ആ കുട്ടീൻ്റെ വീട് വെച്ച് കൊടുക്കട്ടെ. വയനാട്ടിലൊരു കുട്ടി, എന്തേലും ആ കുട്ടീൻ്റെ പേര് ശ്രുതി. ആ വീട് ആദ്യം വെച്ച് കൊടുക്കട്ടെ, എന്നിട്ട് മറ്റു കാര്യങ്ങളെ പറ്റി നമുക്ക് പറയാം. അപ്പോഴാണ് ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് വിലയുണ്ട് എന്ന് മനസ്സിലാകുക. അല്ലെങ്കിൽ എന്തും പറയാലോ. ഈ പറയുന്നതിൻ്റെ ഭാഗമായിട്ട് എത്രത്തോളാണ് നടപ്പാകുക എന്നുള്ളത് നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. അല്ല, അതെല്ലാം നമുക്ക് നാളെ എടുത്താൽ പോരെ എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം. അത് നമുക്ക് ഇന്ന് ഇതിലേക്ക് ഒക്കെ നിൽക്കാൻ തോന്നും. നാളെ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ചോദിക്കാനുണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ട്. അതായത് പ്രവാസികളുടെ ഒരു ആഗ്രഹമാണത്. പ്രവാസികൾക്ക് ധാരാളം പ്രശ്നങ്ങളുണ്ടല്ലോ. അപ്പം അത്തരം പ്രശ്നങ്ങൾക്ക് ഒരു കേന്ദ്രത്തിൽ പരാതിപ്പെടാൻ കഴിയും. പല നാട്ടിലാകെ ഉണ്ടാവുമല്ലോ അവരുടെ കുടുംബങ്ങൾ, അവരുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ. ഒരു കേന്ദ്രത്തിൽ പരാതിപ്പെടാനൊരു സ്റ്റേഷൻ ഉണ്ടാകുന്നത് നല്ലതാണ് എന്നവർ അഭിപ്രായപ്പെട്ടു. അപ്പോൾ തെറ്റില്ല എന്ന് തോന്നിയതുകൊണ്ട് പല അഭിപ്രായങ്ങൾ ഇങ്ങനെ വരും. ലോക കേരള സഭയുടെയൊക്കെ ഒരു പ്രത്യേകത അതാണ്. പ്രവാസികളുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങൾ ചർച്ച ചെയ്യും, അവരാവശ്യങ്ങൾ ഉന്നയിക്കും, നമ്മൾ പറ്റാവുന്നതെല്ലാം അംഗീകരിക്കും. അങ്ങനെ അംഗീകരിച്ചൊരു കാര്യമാണ്.
അല്ല, തീരുമാനമായല്ലോ. അല്ലാതെ എവിടെയാണ് അതിപ്പം തീരുമാനമായതേ ഉള്ളൂ. ഈ കഴിഞ്ഞ മാസം തീരുമാനമായതാണ്. ഈ വയനാട് ടൗൺഷിപ്പിൽ 178 വീടുകൾ പൂർത്തിയാക്കി എന്ന് പറയുമ്പോഴും പ്രതിപക്ഷം പറയുന്നത് അതൊരു ഇലക്ഷൻ ഗിമ്മിക്ക് മാത്രമാണ്, ഒരാൾക്ക് പോലും അവിടെ താമസിക്കാൻ ഇതുവരെ പറ്റുന്നില്ല. അത് അതൊക്കെ എല്ലാവർക്കും പോയി നോക്കാവുന്ന കാര്യമല്ലേ. ഈ 178 വീടിൻ്റെ അവസ്ഥ എന്താണെന്ന്. അവിടെ ഞങ്ങൾ ചെയ്ത കാര്യം ആ ദുരന്തബാധിതരെ പൂർണ്ണമായി വിശ്വാസത്തിലെടുത്തുകൊണ്ട കാര്യങ്ങളാണ്. അവരുമായി ചർച്ച ചെയ്തുകൊണ്ടാണ് ഓരോ കാര്യവും നീക്കിയത്. അവരുമായി ചർച്ച ചെയ്തിട്ടാണ് അവരുടെ അഭിപ്രായമായിരുന്നു, ഞങ്ങളെല്ലാവരും ഒരു നാട്ടിൽ ഒരു കുടുംബം പോലെ ജീവിച്ചവരാണ്. നിങ്ങൾ പുനരധിവാസത്തിൻ്റെ സഹായം നൽകിയാൽ ഞങ്ങൾ അതും വാങ്ങി ഓരോ കൊമ്പത്താവും. അപ്പം ഞങ്ങൾക്കെല്ലാം ഒരിടത്ത് ജീവിക്കാനുള്ള സൗകര്യം ഒരുക്കണം. ഇത് അവരുടെ അഭിപ്രായമായിരുന്നു. ആ അഭിപ്രായം കേട്ടപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ടൗൺഷിപ്പ് നിർമ്മിക്കാമെന്ന് ആലോചിച്ചു. ആ ടൗൺഷിപ്പ് നിർമ്മാണത്തിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ ഒറ്റക്കങ്ങ് തീരുമാനിക്കല്ല ചെയ്ത്, ഗവൺമെൻറ് നിലക്ക് മാത്രം തീരുമാനിക്കല്ല ചെയ്ത്. പ്രതിപക്ഷത്തിന് റോളുണ്ടല്ലോ. എല്ലാവരും ആ ഘട്ടത്തിൽ ഒന്നിച്ചല്ലേ ഒരു വികാരത്തിലല്ലേ നിൽക്കുന്നത്. അവരെ ഞങ്ങൾ വിളിച്ചു, പ്രതിപക്ഷ നേതാവിനെയും ഉപനേതാവിനെയും വിളിച്ചു, സംസാരിച്ചു. എങ്ങനെയാണ് സ്ഥലം എടുക്കേണ്ടത്, ആ സ്ഥലത്ത് വീട് നിർമ്മിക്കുന്നത് എങ്ങനെയാണ്, വീടിന് പൈസ ഈ ഓഫർ ചെയ്തവർ പൈസ തരേണ്ടത് എങ്ങനെയാണ് എന്നെല്ലാമുള്ള കാര്യങ്ങൾ ഞങ്ങൾ വിശദമായി ചർച്ച ചെയ്യുകയാണ്. പൊതുവായ തീരുമാനം ഉണ്ടാവുകയാണ്. അങ്ങനെയാണ് കാര്യങ്ങൾ നീങ്ങുന്ന നില വന്ന് ടൗൺഷിപ്പ് എന്നുള്ള ആശയം വന്നു. ഞാൻ ഈ ചോദ്യത്തിന് മാത്രം പറയാം, ബാക്കി മറ്റു കാര്യങ്ങളിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ വീട് നിർമ്മാണം പൂർത്തിയായി. വീട് നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞപ്പോൾ ഇവരെ വിളിച്ചു. അപ്പോൾ അവർ അവിടെ ചില അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുങ്ങേണ്ടതുണ്ട്. വീട് പൂർണ്ണമായി, താമസിക്കുന്നതിന് വിഷമമില്ല, പക്ഷേ മാലിന്യനിർമ്മാർജ്ജനം അതുപോലുള്ള കാര്യങ്ങൾ കൂടി ഒരുങ്ങേണ്ടതുണ്ട്. അപ്പോൾ അവർ പറഞ്ഞ് ഞങ്ങൾ താമസിക്കുന്നത് അതുകൂടി ഒരുങ്ങിയതിന് ശേഷമാണ്, ഞങ്ങൾക്ക് ഇപ്പോൾ അതിൻ്റെ അവകാശ രേഖ പട്ടയം തന്നാൽ മതി. ഇത് അവരുമായി ചർച്ച ചെയ്ത കാര്യമാണ്, അവരുടെ അഭിപ്രായമാണ്. അപ്പോൾ വിഷുവിന് മുൻപ് താമസിക്കാനുള്ള സൗകര്യം ഒരുക്കണമെന്നും പറഞ്ഞു. വിഷുവിന് മുമ്പ് താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുങ്ങുന്നത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വിഷു ഇപ്പോൾ അടുത്തല്ലോ, ഏതായാലും അത് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവരുടെ അഭിപ്രായം കൂടി മാനിച്ചാണ് അത്തരമൊരു നിലപാടെടുത്തത്. ഇതൊന്നും അവരെ യേശുന്ന കാര്യമല്ല കേട്ടോ, അവരെ ആർക്കും തിരിതിരിപ്പിക്കാൻ കഴിയില്ല. അവരുടെ ജീവിതാനുഭവത്തിലുള്ള കാര്യമാണ്. അവർ സർക്കാരിൻ്റെ നിലപാട് പൂർണ്ണമായിട്ട് അംഗീകരിച്ച് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് തൽക്കാലം ഇത്ര മതിയല്ലേ, നാളെ എടുക്കാം മറ്റു കാര്യങ്ങൾ. ശരി. ഇപ്പം നടത്താം. സി എൻ ചന്ദ്രൻ ഒന്ന് ഇങ്ങോട്ട് വന്നാൽ ഇത് സി എൻ ചന്ദ്രൻ ഇത് കസേരക്കുന്നു. അല്ല, അത് എനിക്കുള്ള പരാതിയാ. അല്ല, ഇതൊരാൾക്ക് കൊടുക്കുന്നതല്ലേ നല്ലത്. ശരി, ഇവർക്കെല്ലാം കൊടുക്കൂലേ? പിന്നെ ഇവർക്കെല്ലാം കൊടുക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ നിങ്ങളെ കോപ്പികൾ തരുന്നുണ്ട്.